ഹായ് ഫ്രണ്ട്സ്, ലാൽസീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇല്ലിക്കക്കല്ല് കാണാൻ പോയ വിശേഷങ്ങളാണ് ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വളരെ കാലമായി കാണാൻ ആഗ്രഹിച്ച ഒരു സ്ഥലമാണ് ഇല്ലിക്കക്കല്ല്. കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ഇല്ലിക്കൽമല അഥവാ ഇല്ലിക്കക്കല്ല്. മീനച്ചിലാറിൻ്റെ ഉത്ഭവസ്ഥാനമായ ഈ കൊടുമുടി ഈരാറ്റുപേട്ടയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്നു. മീനച്ചി താലൂക്കിലെ മൂന്നില തലവനാട് ഗ്രാമങ്ങൾക്ക് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഇത് ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. കയറ്റമായതിനാൽ എല്ലാം നല്ല ഹെയർ പിൻ ബെൻഡുകളാണ്. കുറേ മുകളിലേക്ക് ചെന്നപ്പോൾ ഒരു വീട്ടിലൂടെന്ന് എഴുതിയിരിക്കുന്നുണ്ടു. അവിടെ കയറി ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചു. അവിടെ ധാരാളം പേർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളും കുതിരയും ഒക്കെ ഉണ്ട്. വീടോട് ചേർന്നുള്ള ഹോട്ടലാണ്. അവിടുന്ന് പിന്നെയും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ മുകളിലേക്ക് യാത്ര തിരിച്ചു. സമുദ്രനിരപ്പിൽ നിന്ന് 4000 അടിയും അതിന് മുകളിലും ഉയർന്നു നിൽക്കുന്ന 3 കുന്നുകൾ ഒരുമിച്ച് ഒരു വലിയ കുന്നായി തീർന്നിരിക്കുകയാണ്. മുകളിൽ കയറി ചെന്നാൽ കാർ പാർക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. മുതിർന്ന ആൾക്കാർക്ക് 30 രൂപയും കുട്ടികൾക്ക് 15 രൂപയുമാണ്. അവിടെ നിന്ന് നമുക്ക് ജീപ്പിൽ മാത്രമേ മുകളിലേക്ക് കയറാൻ പറ്റുകയുള്ളൂ. ജീപ്പ് വരുവാനായി ഞങ്ങൾ അവിടെ കാത്തു നിന്നു. അവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അവിടെ മുകളിലേക്ക് നമുക്ക് നടന്നു പോകാനും അനുവാദമുണ്ട്. ജീപ്പിൽ പോകുന്നതിന് നമ്മൾ പ്രത്യേക ചാർജ് കൊടുക്കണം. നല്ല സീനറികളാണ്. ജീപ്പിൽ യാത്രയായി ഏകദേശം 4 കിലോമീറ്ററോളം ദൂരമുണ്ട് അങ്ങ് മുകളിൽ ചെല്ലുന്നതിനായി. ഇരുവശങ്ങളിലും മനോഹരമായ കാഴ്ചകളാണ്. മലകളും താഴ്വാരങ്ങളും ആകാശം കാണാൻ വളരെ ഭംഗിയാണ്. വളവുകളും തിരിവുകളുമാണ്, ഒപ്പം കയറ്റവും. അങ്ങനെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ നടന്നു കയറണം. 200 മീറ്ററോളം നമ്മൾ നടന്ന് മുകളിലേക്ക് കയറേണ്ടതായിട്ടുണ്ട്. അവിടെ ചെറിയ കടയുണ്ട്. അവിടുന്ന് സ്നാക്സൊക്കെ വാങ്ങിക്കാൻ പറ്റും. അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. പെട്ടെന്ന് ഓടി വന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ പോകാവുന്ന ഒരു സ്ഥലമല്ലിത്. സ്ഥലത്തിൻ്റെ ഭംഗിയും അതിൻ്റെ ഭംഗിയും എല്ലാം ആസ്വദിച്ച് തന്നെ പോകേണ്ടതാണ്. പ്രായമുള്ളവർക്കൊക്കെ കയറ്റം കയറുക എന്ന് പറഞ്ഞാൽ അല്പം പാടുള്ള കാര്യമാണ്. നല്ല കാറ്റടിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഒരു വെയിറ്റിംഗ് ഷെഡ് അല്പസമയം വിശ്രമിച്ചു. അവിടെ വെച്ച് കേരളത്തെ ഏറെ ഇഷ്ടപ്പെടുകയും വളരെ വർണ്ണിക്കുകയും ചെയ്യുന്ന ഹരി എന്ന് പറയുന്ന പൂനേക്കാരനെ പരിചയപ്പെട്ടു. അദ്ദേഹത്തോടൊന്നിച്ച് ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തു. അവിടുന്ന് വീണ്ടും നടന്ന് കയറുകയാണ്. പ്രകൃതി ഭംഗി എത്ര വർണ്ണിച്ചാലും മതിയാവില്ല. പല പല പോസിലുള്ള ഫോട്ടോകളൊക്കെ ഞങ്ങൾ എടുത്തു. സേലത്തു നിന്ന് വന്നൊരു ഫാമിലിയെ ഞങ്ങൾ പരിചയപ്പെട്ടു. അവരെ കൂടെ നിന്നും ഫോട്ടോയൊക്കെ എടുത്തു. ഇല്ലിക്കക്കല്ലിൻ്റെ ഫോട്ടോ അവർക്കും ഞങ്ങൾ എടുത്തു കൊടുത്തു. ഇല്ലിക്കക്കല്ല് 3 കുന്നുകൾ കൂടുന്നതാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അവയിലൊന്ന് ഒരു കുടയുടെ ഷേപ്പാണ്. അതുകൊണ്ട് തന്നെ കുടക്കല്ല് എന്ന് പേര് ലഭിച്ചു. രണ്ടാമത്തെ കല്ലിൻ്റെ വശത്തിന് ഒരു ചെറിയ കൂനുണ്ട്. അതുകൊണ്ട് അതിനെ കൂനുകല്ല് എന്നറിയപ്പെടുന്നു. ഈ കുന്നുകൾക്കിടയിലായിട്ട് ഒരു അരയടി വീതിയുള്ള നരകപാലം എന്നറിയപ്പെടുന്ന ഒരു പാലമുണ്ട്. സാഹസപ്രിയരായ പലരുടെയും ജീവൻ ഇവിടെ പൊലിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അവിടേക്ക് കടത്തി വിടുന്നില്ല. പകരം ഇവിടെ ബൗണ്ടറി കെട്ടി തിരിച്ചിരിക്കുകയാണ്. ആ സ്ഥലത്തേക്കൊന്നും പോകാൻ അനുവാദമില്ല. ഭീമൻ പാഞ്ചാലിയോട് ഭക്ഷണം ആവശ്യപ്പെട്ടപ്പോൾ പാഞ്ചാലി കൊടുക്കാൻ താമസിച്ചതുകൊണ്ട് കുപിതനായ ഭീമൻ ഒരു വലിയ ഉലക്കയെടുത്ത് പുറത്തേക്കെറിഞ്ഞത്രേ. കൂനൻ കല്ലിൻ്റെയും കുടക്കല്ലിൻ്റെയും ഇടയിലൂടെ ആ ഉലക്ക ചെന്ന് വീണ സ്ഥലത്തിന് ഒരു തോടുണ്ടായി. അതിന് ഉലക്കപ്പാറത്തോട് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇങ്ങനെയും ഒരു കഥയുണ്ട്. മുകളിലേക്ക് കയറുന്ന വഴി വളരെ ദുർഘടമാണ്. മഴ പെയ്ത് വെള്ളം വീണ് കല്ലുകളൊക്കെ അടർന്നു പോയിട്ടുണ്ട്. കുത്തനെയുള്ള കയറ്റമാണ്. മുകളിലേക്ക് കയറിപ്പോകാൻ സാധിക്കും, പക്ഷെങ്കിൽ താഴേക്ക് ഇറങ്ങാൻ അല്പം ബുദ്ധിമുട്ടാണ്.
ഭയങ്കര കാറ്റുമാണ്. ഞങ്ങളുടെ കൂടെ അവിടെ വന്ന് കണ്ട് പരിചയപ്പെട്ടവരെയൊക്കെ കൂടെ നിന്ന് ഞങ്ങൾ ഫോട്ടോകളൊക്കെ എടുത്തു. വളരെ സന്തോഷകരമായ അനുഭവങ്ങളൊക്കെ ആയിരുന്നു. വെയിലിന് ചൂടുണ്ടെങ്കിലും നമുക്കധികം ചൂട് അനുഭവപ്പെടുന്നില്ല. തണുത്ത കാറ്റടിക്കുന്നുണ്ട്. മനോഹരമായ ദൃശ്യങ്ങളൊക്കെ അവിടെ നിന്ന് കാണാൻ സാധിച്ചു. വർക്കിംഗ് ഡേ ആയതിനാൽ വലിയ ജനക്കൂട്ടമൊന്നുമില്ലായിരുന്നു. അല്ലാത്ത ദിവസങ്ങളിൽ, വിശേഷ ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കാണെന്ന് ഞങ്ങളോട് ചീഫ് ഡ്രൈവർ പറഞ്ഞു. മലയാളികൾ യാത്രകളേറെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. പരന്നു കിടക്കുന്ന മലമേടുകളും സുഖകരമായ തണുപ്പും കണ്ണിനെയും മനസ്സിനെയും ഒരുപോലെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളുമാണ് ഇല്ലിക്കല്ലിലുള്ളത്. ഇല്ലിക്കല്ലിൽ നിന്നുള്ള മടക്കയാത്ര ആരംഭിച്ചു. ജീപ്പ് ട്രിപ്പ് അടിക്കുന്നതനുസരിച്ചാണ് നമ്മളെ കൊണ്ടുപോരുന്നത്. ഭൂമി എന്ത് മനോഹരമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ മലമുകളിലുള്ള പുല്ലുകളും കാടുകളുമൊക്കെ സൂര്യൻ്റെ ചൂട് അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വാടി ഉണങ്ങി തുടങ്ങിയിരിക്കുന്നു. രാവിലെ 8:30 മുതൽ വൈകിട്ട് 5:30 വരെ ഇവിടെ പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ ഇടിയുള്ളപ്പോൾ പോകാതിരിക്കുന്നതാണ് നല്ലത്. വണ്ടിയിൽ കയറി യാത്ര തുടർന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ സ്ഥലം വന്ന് കാണുക, ഇതിൻ്റെ ഭംഗി ആസ്വദിക്കുക. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി വരാമെന്ന് പ്രതീക്ഷയോടെ നിർത്തട്ടെ. താങ്ക് യു.